എം ജെ ട്രാവൽ വ്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ യാത്ര മൂന്നാറിലേക്കും ചിന്നാറിലേക്കും പിന്നെ മറയൂരിലേക്കുമാണ്. ഇന്നലെകളിലെ കേരളത്തിൻ്റെ ഗ്രാമത്തനിമ ഇന്നും നിലനിർത്തുന്ന ഇന്ത്യയിലെ ഏറ്റവും സുന്ദരമായ 10 ഗ്രാമങ്ങളിൽ ഒന്നായി തിരഞ്ഞെടുക്കപ്പെട്ട പാലക്കാട്ടുള്ള കൊല്ലങ്കോട് എന്ന ഗ്രാമത്തിലാണ് നമ്മൾ 2024 ആഘോഷിക്കാനായിട്ട് നിർത്തിയത്. ഇരുട്ടിനെ കീറി മുറിച്ചുകൊണ്ട് നമ്മുടെ ബസ് അങ്ങനെ ആനമല ടൈഗർ റിസർവിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഉണർന്നിരുന്നവർക്ക് ഒരു കാട്ടുപോത്തിനെങ്കിലും കാണാൻ പറ്റി. 5 മണിക്ക് മറയൂരിലെത്തി എല്ലാവരും ഒന്ന് കുളിച്ച് ഫ്രഷായി പുറത്തിറങ്ങി. സെൽഫി എടുക്കുമ്പോൾ ഡാൻസ് ചെയ്യാനും പറ്റും എന്ന് കാണിച്ചു തരികയാണ് ചിലർ ഇതിൻ്റെ അകത്ത്. ഇടുക്കി ജില്ലയിലെ ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ് മറയൂർ. മൂന്നാറിൽ നിന്നും 40 കിലോമീറ്റർ സഞ്ചരിച്ചാൽ മറയൂരിലെത്താം. ചിന്നാർ വന്യമൃഗ സംരക്ഷണ കേന്ദ്രത്തിൻ്റെയും കണ്ണൻദേവൻ തേയിലത്തോട്ടങ്ങളുടെയും ഇടയിൽ ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ചെടികൾ എങ്ങനെ മോഷ്ടിക്കാം എന്ന് കാണിച്ചു തരികയാണ് ചിലർ ഇവിടെ. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 5200 അടി ഉയരത്തിലാണ് മറയൂർ സ്ഥിതി ചെയ്യുന്നത്. പ്രകൃതിദത്ത ചന്ദനവനമുള്ള കേരളത്തിലെ ഏക സ്ഥലമാണ് മറയൂർ. ടൂർ ഓപ്പറേറ്റേഴ്സ് തന്നെയാണ് ബ്രേക്ക്ഫാസ്റ്റും നമുക്ക് മറയൂരിൽ ഒരുക്കിയത്.
ദേശത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും എല്ലാ മേഖലകളിലും വൈവിധ്യം പ്രദാനം ചെയ്യുകയാണ് മറയൂർ. കുഗ്രാമങ്ങൾ, നദികൾ, പാറക്കെട്ടുകൾ, തോടുകൾ, ഗുഹാക്ഷേത്രങ്ങൾ, നെല്ല്, കരിമ്പ് വയലുകൾ, വെള്ളച്ചാട്ടങ്ങൾ, ചന്ദനം, മുളങ്കാടുകൾ കൊണ്ട് സമൃദ്ധമായ പ്രകൃതി ഭംഗിയും വന്യജീവികളും കൊണ്ട് അനുഗ്രഹീതമായ പ്രദേശം ലോകമെമ്പാടുമുള്ള വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നു. ആരൊക്കെയോ കൊണ്ടുവന്ന സാധനങ്ങൾ എന്റേതെന്നും പറഞ്ഞ് ഇവിടെ വിതരണം ചെയ്യുകയാണ് ഒരു വിരുദ്ധൻ. ഈ യാത്രയുടെ ആദ്യത്തെ ഡെസ്റ്റിനേഷനായ തൂവാനം വെള്ളച്ചാട്ടത്തിലേക്കാണ് നമ്മൾ ഇപ്പോൾ യാത്രയാകാൻ പോകുന്നത്. തൂവാനം വാട്ടർഫാൾസിനെ കുറിച്ച് ഗവേഷണം നടത്തുകയാണ് ചിലർ ഇവിടെ. രണ്ട് കൈയും വീശി എന്തൊക്കെയോ ആംഗ്യവും കാണിച്ച് നടക്കുന്ന ഒരാളെ ഞാൻ ഇവിടെ പരിചയപ്പെട്ടു. ഇതാണ് കാനോപ്പി ബ്രിഡ്ജ്. വന്യജീവികൾക്ക് റോഡിന് കുറുകെ കിടക്കുന്നതിന് വേണ്ടി രണ്ട് മരങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണിത്. മറയൂർ ഉദുമൽപേട്ട സംസ്ഥാന പാതയിൽ ആലമ്പട്ടിക്ക് സമീപം മറയൂരിൽ നിന്നും 8 കിലോമീറ്റർ അകലെയുള്ള വെള്ളച്ചാട്ടത്തിലേക്കുള്ള ട്രെക്കിംഗ് വനം വകുപ്പാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ആലമ്പട്ടി ചെക്ക് പോസ്റ്റിൽ നിന്നുള്ള ഗൈഡഡ് ട്രെക്ക് ചിന്നാറിലെ പച്ചപ്പ് നിറഞ്ഞ വനങ്ങൾക്കിടയിൽ അപൂർവ വന്യജീവികളെ കാണാനുള്ള മികച്ച അവസരം നൽകുന്നു. കാടിനുള്ളിൽ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി ട്രക്കർ വരും എന്ന പ്രതീക്ഷയിൽ നടക്കുന്ന കുറെ ആൾക്കാരെ എനിക്കിവിടെ കാണാൻ കഴിഞ്ഞു. ഇവർ രണ്ടുപേർ ആനപ്പാപ്പന്മാരാണെന്നാണ് തോന്നുന്നത്. സ്റ്റേജ് ആണെന്ന് തെറ്റിദ്ധരിച്ച് ഡാൻസ് കളിക്കുന്ന ആൾക്കാരെ നമുക്കിവിടെ കാണാം. നൂൽപാലത്തിലൂടെ ഞാനും അക്കരെ കടന്നു. കുട്ടികളെപ്പോലെ വെള്ളം കോരി കളിക്കുന്ന ചില ആൾക്കാരെയും ഞാൻ പോകുന്ന വഴിയിൽ കണ്ടുമുട്ടി. മുന്നോട്ട് പോകണോ ഇരിക്കണോ എന്ന് ആലോചിക്കുകയാണ് ചിലർ.
പച്ചപ്പ് നിറഞ്ഞ കാടിനുള്ളിലൂടെ 4 കിലോമീറ്റർ ദൈർഘ്യമുള്ള ട്രെക്കിംഗ് നടത്താൻ തയ്യാറുള്ളവർക്ക് മാത്രം കാണാൻ പറ്റുന്ന ഒരു വെള്ളച്ചാട്ടമാണ് തൂവാനം വെള്ളച്ചാട്ടം. എന്നാൽ അവിടെ ഇറങ്ങാനോ കുളിക്കുവാനോ അനുവാദമില്ല. ട്രക്കിംഗ് പാതയുടെ അവസാനത്തിനടുത്തെത്തുമ്പോൾ വെള്ളച്ചാട്ടത്തിന്റെ മുഴക്കം നിങ്ങൾക്ക് കേൾക്കാം. ദൂരെയുള്ള വെള്ളച്ചാട്ടം തന്നെ നീണ്ട യാത്രയുടെ ക്ഷീണം അകറ്റുന്നു. പാമ്പാർ നദിയിൽ നിന്നും ഉത്ഭവിക്കുന്ന ആകർഷകമായ ചുറ്റുപാടുകൾക്കിടയിലുള്ള വെള്ളച്ചാട്ടം പ്രകൃതിയുടെ ഏറ്റവും മനോഹരമായ കാഴ്ചകളിലൊന്ന് വാഗ്ദാനം ചെയ്യുന്നു. ഞാൻ നേരത്തെ കണ്ട ആനപ്പാപ്പന്മാരിൽ ഒരാൾ സ്വയം ആനയാകുന്ന കാഴ്ചയാണ് ഇവിടെ കണ്ടത്. പല സഞ്ചാരികളും മണിക്കൂറുകളോളം അവിടെ കിടന്നുറങ്ങാനും പ്രകൃതി ഭംഗി ആസ്വദിച്ചും സ്ഥലത്തിന്റെ ശാന്തതയിൽ കുതിർക്കാനും ഇഷ്ടപ്പെടുന്നു. ദൂരെ നിന്ന് നോക്കിയപ്പോൾ ഒരു വളവ് തിരിഞ്ഞ് ട്രെയിൻ വരുന്നത് പോലെ തോന്നി. എന്നാൽ കാലുളുക്കിയിട്ട് വരുന്ന വരവാണെന്ന് പിന്നീടാണ് മനസ്സിലായത്. കല്ലുകൊണ്ട് ബുർജ് ഖലീഫ ഉണ്ടാക്കുന്ന ഒരാളെ ഞാൻ തിരിച്ചു വരുന്ന വഴിയിൽ പരിചയപ്പെട്ടു. 4 കല്ല് വീഴാതെ വെച്ചപ്പോൾ അദ്ദേഹം സംതൃപ്തനായി. അതിനിടയിൽ മടിയനായ ഒരു മഹാൻ സ്കൂട്ടറിൽ കയറി രക്ഷപ്പെട്ടു. അങ്ങനെ തൂവാനം വെള്ളച്ചാട്ടവും കണ്ട് മറയൂരിൽ നിന്നും മൂന്നാറിലേക്കുള്ള യാത്രയിലാണിപ്പോൾ നമ്മൾ. ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണകാലത്ത് തേയില കൃഷിക്കായി വികസിപ്പിച്ചെടുത്ത സ്ഥലമാണ് മൂന്നാർ. മൂന്നാർ മലകൾ തേയില കൃഷിക്ക് അനുയോജ്യമാണെന്ന് കണ്ടെത്തിയതോടെ മൂന്നാറിന്റെ കുതിപ്പിന് തുടക്കമായി. 1915 മൂന്നാറിൽ ധാരാളം തേയില എസ്റ്റേറ്റുകൾ ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. 16 ഫാക്ടറികൾ അന്ന് പ്രവർത്തിച്ചിരുന്നു. തൂത്തുക്കുടി തുറമുഖം വഴിയായിരുന്നു മൂന്നാറിലെ തേയിലകൾ അന്ന് ബ്രിട്ടനിലേക്ക് കയറ്റി അയച്ചിരുന്നത്. നമ്മുടെ അടുത്ത ലക്ഷ്യം മൂന്നാറിലെ ലക്കം വാട്ടർഫാൾസ് ആണ്. ടൂർ ഓപ്പറേറ്റേഴ്സ് നമുക്ക് വേണ്ടി ടിക്കറ്റ് എടുത്തിരുന്നു. മൂന്നാറിൽ നിന്ന് ഏകദേശം 25 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ലക്കം വെള്ളച്ചാട്ടം മൂന്നാറിൽ നിന്ന് ഉദുമൽപേട്ടയിലേക്കുള്ള വഴിയിലാണ്. ഇരവികുളം നാഷണൽ പാർക്കിൽ ഉൾപ്പെട്ട ഈ വിനോദസഞ്ചാര കേന്ദ്രം മനുഷ്യ സ്പർശമേൽക്കാത്ത ആനമുടി മലനിരകളിൽ നിന്ന് ഒഴുകിയെത്തുന്ന
ഏറ്റവും ശുദ്ധമായ ജലമാണ് ഈ വെള്ളച്ചാട്ടത്തെ സമ്പന്നമാക്കുന്നത്. ഈ നീരൊഴുക്കിന്റെ സമീപത്തൊന്നും മനുഷ്യവാസമില്ലാത്തതിനാൽ ഒട്ടും മാലിന്യം കലരാതെയാണ് താഴേക്ക് വരുന്നത്. ഒട്ടും അപകടമില്ലാതെ ചെറിയ കുട്ടികൾക്ക് പോലും സുരക്ഷിതമായി കുടിക്കാൻ കഴിയുന്ന ഒരു ഇടമാണ് ലക്കം വാട്ടർഫാൾസ്. അന്തരീക്ഷത്തിൽ നല്ല ചൂടാണെങ്കിലും വെള്ളത്തിന് നല്ല തണുപ്പായതിനാൽ സഞ്ചാരികൾ ദീർഘനേരം വെള്ളത്തിൽ കഴിയുന്നതിന് താല്പര്യം കാണിക്കുന്നു. ലക്കം വാട്ടർഫാൾസിന്റെ മുൻവശത്ത് വലിയ വണ്ടികളൊന്നും പാർക്ക് ചെയ്യാനുള്ള സ്ഥലം ഇല്ല. കുറച്ച് അകലെയാണ് നമ്മുടെ ബസ് പാർക്ക് ചെയ്തിരിക്കുന്നത്. ആ പോകുന്ന വഴിയിൽ എല്ലാവരും തേയിലത്തോട്ടത്തിന്റെ ഇടയിൽ നിന്ന് ഫോട്ടോ എടുക്കാനും സെൽഫി എടുക്കാനും ഉള്ള സമയം കണ്ടെത്തി. മൂന്നാർ തേയിലത്തോട്ടങ്ങൾക്ക് ആകർഷകമായ ഒരു ചരിത്രമുണ്ട്. ജർമ്മൻ പ്ലാന്റർ ബാരൻ വോൺ റോസൻബർഗും അദ്ദേഹത്തിന്റെ മകനും ചേർന്ന് മൂന്നാറിലെ ഏറ്റവും പഴക്കം ചെന്ന തേയിലത്തോട്ടമായ ലോക്ക്ഹാർട്ട് ടീ എസ്റ്റേറ്റ് സ്ഥാപിച്ചു. പ്രദേശത്തെ ഫലഭൂയിഷ്ഠമായ ഭൂമിയെക്കുറിച്ച് അറിഞ്ഞതിന് ശേഷം 1880 AH ഷാർപ്പ് എന്ന ബ്രിട്ടീഷ് പ്ലാന്റർ മൂന്നാറിലെത്തി. ഇപ്പോൾ സെവൻമല എസ്റ്റേറ്റിന്റെ ഭാഗമായ 50 ഏക്കർ സ്ഥലത്ത് പാർവതിയിൽ തേയില മരങ്ങൾ നടാൻ തുടങ്ങി. 1895 സ്ഥാപിതമായ ഫിൻലേ ആൻഡ് മൊയർ കമ്പനി 33 തേയില ഫാമുകൾ വാങ്ങി. താമസിയാതെ 1897 അവരുടെ മേൽനോട്ടം വഹിക്കാൻ കണ്ണൻ ദേവൻ ഹിൽസ് പ്രൊഡ്യൂസ് കമ്പനിയെ നിയമിച്ചു. 1924 വിനാശകരമായ വെള്ളപ്പൊക്കം തേയില വ്യവസായത്തെ സാരമായി ബാധിച്ചു. ഗ്രാമം പുനർനിർമ്മിക്കാൻ വർഷങ്ങളോളം പരിശ്രമിച്ചെങ്കിലും വ്യവസായം ഒരിക്കലും വീണ്ടെടുക്കപ്പെട്ടില്ല. 1964 ടാറ്റ ഇൻഡസ്ട്രീസ് വ്യവസായത്തിന് പുതുജീവൻ നൽകി. 1983 ടാറ്റ ഫിൻലേ ഗ്രൂപ്പ് രൂപീകരിക്കാൻ അവർ ഫിൻലേയുമായി സഹകരിച്ചു. അത് പിന്നീട് ടാറ്റ ടീ ലിമിറ്റഡ് എന്നാക്കി മാറ്റി. 2005 കണ്ണൻ ദേവൻ ഹിൽ പ്ലാന്റേഷൻസ് കമ്പനി ടാറ്റ ടീ ലിമിറ്റഡിൽ നിന്നും മൂന്നാറിലെ ഭൂരിഭാഗം തേയിലത്തോട്ടങ്ങളും ഏറ്റെടുത്തു. ഇപ്പോൾ 12,500-ലധികം ജീവനക്കാരുള്ള ഇന്ത്യയിലെ ആദ്യത്തേതും ഏറ്റവും വലുതുമായ പങ്കാളിത്ത മാനേജ്മെന്റ് കമ്പനിയാണ് കണ്ണൻ ദേവൻ ഹിൽസ് പ്ലാന്റേഷൻസ്. മൂന്ന് ആറുകളായ മുതിരപ്പുഴ, നല്ലതണി, കുണ്ടള എന്നിവയുടെ സംഗമസ്ഥാനമാണ് മൂന്നാർ.